أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات فتواصوا بالحق وتواصوا بالصبر. وكان نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم لا تكن مثل فلان كان يقوم الليل فتركه. ويا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും നിന്റെ അടുക്കൽ നീ കബൂലിയത്തുള്ള അമലായി സ്വീകരിക്കണേ. അള്ളാഹ് എല്ലാ അപാകതകളും വന്നുപോയെങ്കിൽ വരുന്നുപോയെങ്കിൽ പടച്ചവനെ നിന്റെ കൃപ കൊണ്ട് നിന്റെ മഹത്വത്തിലും കൊണ്ട് ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെടണം. അള്ളാഹുവെ, വരാൻ പോകുന്ന പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. വളരെ സുന്ദരമായി റമദാനെ കുറിച്ച് ദീനിന്റെ കായികകളെ കുറിച്ച് വളരെ സുന്ദരമായി തന്റേതായ ഭാഷണം കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കിയ ഈമാന്റെ കരിമണമുള്ള ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊടുത്ത അതിരായ ഗൂഢല്ലൂർ അല്ലാഹുവേ, ആരോരും വിചാരിക്കാത്ത വേളയിൽ ലഭിക്കാത്ത വേളയിൽ പെട്ടെന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഇന്നലെ യാത്രയായി. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ വെളിച്ചമാക്കണേ. അല്ലാഹു എല്ലാ ആലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. സരളമായ ശൈലിയിൽ ഈമാന്റെ മാധുര്യം ജനഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഭദ്രരായ പണ്ഡിതനെ ഗുഡല്ലൂർ അല്ലാഹുവേ, അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവിടുന്ന് പറഞ്ഞ പഠിപ്പിച്ച ഇൽമുകൾ ആ ഖബറിലേക്ക് നീ പ്രകാശമാക്കി മാറ്റണേ അല്ലാഹുവേ. നാളെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും നീ ഈമാൻ എന്ന സലാമത്താക്കണേ അല്ലാഹു. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞു. ഈ വിഷയം ദിവസങ്ങൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ പരിശുദ്ധമായ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ലോകത്ത് ഓരോ വിശ്വാസിയും ഞങ്ങൾ ഓരോരുത്തരും ഇപ്പം വല്ലാത്ത സന്തോഷത്തിലാണ്. കാരണം വളരെ സുന്ദരമായ അള്ളാഹു എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇനി കുറച്ച് നാളുകൾ ഉണ്ട്. ആ നാളുകളിൽ എത്ര പേര് അതിനെ സ്വീകരിക്കും? ഈ സാധുവായ ഞാൻ ബാക്കിയാകുമോ, നിങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു ആഫിയത്തോടെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകും. ഒരാൾ അസുഖം പോലുമില്ലാതെ, കാര്യമായ അസുഖവുമില്ല, പ്രത്യേകിച്ച് ശാരീരികമായോ മാനസികമായോ ഒന്നുമില്ലാതെ വളരെ സുന്ദരമായി ആരോഗ്യത്തോടുകൂടി ജീവിച്ചു പോയ ഒരു ഉസ്താദായിരുന്നു അല്ലാഹു തആല. പക്ഷേ അദ്ദേഹത്തിന്റെ ആയുസ് പെട്ടെന്നാണ് അല്ലാഹു തആല എടുത്തത്. അല്ലാഹു ഇങ്ങനെ ഓരോരുത്തർക്കും എങ്ങനെയാണ് എവിടെയാണ് കണക്കാക്കിയത് എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മയും നാവുമായി ബന്ധപ്പെട്ട നമ്മുടെ അഹലുകാരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. കാരണം കുറച്ച് കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് എന്ന് പറയാൻ പറ്റൂല. ഇന്നത്തെ ലോകം അങ്ങനെയാണ്, ഇന്നത്തെ മരണം അങ്ങനെയാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കണം അല്ലേ? കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാലോ പക്ഷെ നാളെയോ മറ്റന്നാളോ പാവപ്പെട്ട ഞാൻ ഷംസുവാക്കവി മരണപ്പെട്ടു എന്ന് നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് കേൾക്കാം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈമാൻ കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും പരിശുദ്ധ റമദാൻ മുന്നോടിയായിക്കൊണ്ട് ഇന്നത്തെ വിഷയം കുറച്ച് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. മതം എളുപ്പമാണ്, അള്ളാന്റെ ദീൻ
അദ്ദീനു അൻ-നസീഹ അദ്ദീനു അൽ-യുസ്ർ എന്ന് ശരീഅനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ദീന് വളരെ എളുപ്പമാണ്. ആ ദീനിനെ കുറിച്ച്, ദീനിന്റെ കായികകളെ കുറിച്ച്, അതിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കുറച്ച് റമദാനിനെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ അള്ളാഹുവിന്റെ മതത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ അത് കുറച്ചാണെങ്കിലും എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഒരുപാട് ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്യുന്നത് ജീവിതത്തിന്റെ ഉടനീളം അത് അനുധാവനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ ഹൈറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് അള്ളാഹുവിന്റെ തൃപ്തിയിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ഇന്ന ദീന ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസപരമായി ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഖുർആനിൽ അല്ലാഹു അങ്ങനെ പറയുന്നത്, അല്ലാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. ഒരാളെയും വിട്ട് കറക്കാനോ, ഒരാളെയും വിട്ട് വട്ടം കറക്കാനോ, ഒരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ യജമാനനായ റബ്ബ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലം യശാതു ദീന ഇല്ലാ അലബ, വലം യശാതു ദീന ഇല്ലാ അലബ. ദീനിന്റെ വിഷയം പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കൂടെ സ്വഹാബത്തിനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ സ്വഹാബത്തിന് മുന്നിലിരുത്തിയിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി അതിന്റെ എല്ലാ വശങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വലം യശാതു ദീന ഇല്ലാ അലബ, മിതത്വം കൈവെടിഞ്ഞാൽ പരാജയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ മിതത്വം പാലിക്കണേ. ആരാധന കർമ്മങ്ങളിലാണെങ്കിൽ പോലും മിതത്വം നിങ്ങൾ പാലിക്കണേ. ഒന്നിലും ഓവറായിട്ടുള്ള ഏർപ്പാട് പാടില്ല. ഞാൻ ചെയ്യുന്നത് കണ്ട് എന്നെ പോലെ നിങ്ങൾ ആവാൻ ശ്രമിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് ഖാസത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. അവിടുന്ന് നമ്മളെ പോലെയല്ല, അവിടുന്ന് സാധാ മനുഷ്യന്മാരെ പോലെയല്ല എന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എന്നിട്ടാണ് അവിടുന്ന് പറയുന്നത് സഹാബത്തിനോട് ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇബാദത്ത് കൊണ്ട് വല്ലാതെ മുൻകടന്നു കൊണ്ടുപോകുന്ന ചില സ്വഹാബിമാർ അത് പിന്നീട് നിർത്തലാക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മറുപടിയാണ്, വലം യശാതു ദീന ഇല്ലാ അലബ, വലം യശാതു ദീന ഇല്ലാ അലബ. മിതത്വം കൈവെടിഞ്ഞാൽ പരാജയപ്പെടും. ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മിതത്വം വേണം, വസ്ത്രം ധരിക്കുമ്പോൾ മിതത്വം വേണം, മറ്റുള്ള സൗഹൃദം ഉണ്ടാകുമ്പോൾ അതിലും മിതത്വം വേണം. ഇതുപോലെ ഇബാദത്ത് എടുക്കുന്നതിലും നിങ്ങൾ മിതത്വം പാലിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉസ്താദ് നമ്മൾ ഒരുപാട് ഓതണ്ടേ, ദിക്ർ ചൊല്ലണ്ടേ, ചെയ്യണ്ടേ? അങ്ങനെയല്ല, ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ചെയ്യുന്നവർ അത് കൃത്യമായി കൊണ്ടുപോകാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഓരോ ചരിത്രങ്ങളിലേക്ക് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഈ സമുദായത്തിനോട് അങ്ങനെ ഒരു ഉപദേശം വെക്കാൻ കാരണം. അതിങ്ങനെ ചരിത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നത് കാണാം, ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു, ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു. എന്താ? നേർമാർഗത്തിൽ അടിയുറച്ച് മാധ്യവുമായിട്ടുള്ള മാർഗം കൈകൊണ്ട് സന്തോഷത്തിലാവുക. നേർമാർഗത്തിൽ മുസ്തഖീമായ സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ അല്ലാഹ് പരിചയപ്പെടുത്തിയ മുസ്തഖീമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച മാർഗത്തിലൂടെ അടിയുറച്ച് നിന്നുകൊണ്ട് മാത്രമല്ല മധ്യത്തിൽ നിങ്ങൾ പെരുമാറണം. എല്ലാത്തിനൊരു മധ്യത, ഓവറാവാതെ കൂടുതലാവാതെ മധ്യമായ രീതിയിൽ നിങ്ങൾ കൈകൊള്ളുക. മാത്രമല്ല അതിലൂടെ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളങ്ങനെ അധികരിച്ച് ചെയ്യുന്നതിനും ഉമ്മമാര്, ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു ഉമ്മ
നല്ലോണം ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നത് അൽഹംദുലില്ലാ അവസാനം വരെ ഉണ്ടാകും. അതിനിടയിൽ മുറിയലില്ല, മടുപ്പില്ല, ഒന്നുമില്ല. എന്നാൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ മുറിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? മതത്തിൽ അതിരി കഴിയുന്നവർ നശിക്കട്ടെ എന്ന് പറഞ്ഞു. മതത്തിന്റെ വിഷയത്തിലായാലും വിശ്വാസപരമായ ഇബാദത്തിന്റെ വിഷയത്തിൽ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിലായാലും അതിരി കടന്നു പോയാൽ അവർ നശിക്കും എന്ന് പറയാം. ഒറ്റയടിക്ക് സാധ്യമാകുക. ഉദാഹരണം പറയാം, ഒരു പൊടുന്നനെ ഇസ്ലാമിലേക്ക് കയറി വന്ന ഒരാൾ പെട്ടെന്ന് ഔലിയാക്കന്മാരെ പദവിയിലേക്ക് എത്തണം, ഒരേ നിസ്കാരം വല്ലാണ്ട് ഓവറാവുകയാണ്. അങ്ങനെ വരുമ്പോ ഹലക്കൽ മുൻതത്തിയൂന, വല്ലാതെ അതിരി കടന്നു കഴിഞ്ഞാൽ അവർ നശിക്കട്ടെ, അവർ നശിച്ചു പോകും. ഒറ്റയടിക്ക് ലക്ഷ്യത്തിലെത്താൻ പതിയെ പതിയെ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ആശയം, അല്ലാഹു വിശ്വാസിയെ അതിന് പഠിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഫീ സിത്തത്തി അയ്യാം ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ഖുർആനിൽ അല്ലാഹു നമ്മളെ പരിചയപ്പെടുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്, അല്ലാഹുവിന്റെ കുൻ ഫയകുൻ കുൻ ഫയകുൻ കുൻ എന്ന് പറഞ്ഞ ഉണ്ടാകുന്ന ഫയകുൻ, അതെന്താവും? ഉണ്ടാവും. ഇത്രയും അള്ളാഹു പണിയുള്ളൂ. പക്ഷെ ആ റബ്ബ് ആകാശഭൂമികളെ, ആകാശത്തെയും ഭൂമികളെയും സൃഷ്ടിക്കാൻ വേണ്ടി എത്ര ദിവസം എടുത്ത്? എത്ര ദിവസം? 6 ദിവസം കൊണ്ടാണ് അല്ലാഹു തആല അതിനെ പടച്ച് സംവിധാനിച്ചത് എന്ന് പറയുന്നത്. ഇതിൽ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്തിനും ഒരു മിതത്വം വേണം, എന്തിനും ഒരു ടൈമിംഗ് വേണം. ഒറ്റയടിക്ക് എല്ലാം മാവാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകുമേ എന്ന് ശക്തിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീ അൻഫുസിഹിം, മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചാൽ 6 ദിവസങ്ങൾ എടുത്തു എന്ന് പറയുന്നതിലേക്ക് അപ്പുറം വഫീ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റയടിക്ക് അല്ലാഹു തആല 4 കൈയും 2 കാലും 2 കൈയും ഇട്ട് എല്ലാം പെട്ടെന്ന് സംവിധാനിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് തള്ളുന്നില്ല. അല്ലാഹുവിനെ വിചാരിച്ചാൽ സംഭവിക്കും. അള്ളാഹുവിനെ വിചാരിച്ചു കഴിഞ്ഞാൽ 10 മാസം ഒരു ഉമ്മ ഗർഭം ചുമക്കേണ്ട ആവശ്യമില്ല. ബന്ധപ്പെടലോടുകൂടി റബ്ബിനെ, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിനെ ഒരൊറ്റ ദിവസം കൊണ്ട് 2 കാലും 2 കൈയും ഒക്കെ ആക്കി രൂപാന്തരപ്പെടുത്തി പെട്ടെന്ന് ഭൂമിയിലേക്ക് തള്ളാം. പക്ഷേ 10 മാസം ഉമ്മയുടെ ഗർഭത്തിലേക്ക് വെക്കുമ്പോൾ അതിന് വലിയൊരു കഥ അല്ലാഹു തആല ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ടൈമിംഗ്, അതുകൊണ്ടല്ലേ അധിക ജനങ്ങളും നഷ്ടത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നേതാ? അസ്ഹഖു, ഒന്ന് ആരോഗ്യം. രണ്ടാമത്തേതാ? വൽ ഫറാ, ഒഴിവ് സമയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ്, ഇത് തന്നെയാണ് അല്ലാഹു നമ്മളെയും പഠിപ്പിക്കുന്നത്. ഫീ സിത്തത്തി അയ്യാം, 6 ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു. മാത്രമല്ല ഫീ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരങ്ങളിലും ഒരുപാട് തെളിവുകൾ അല്ലാഹു ബാക്കി വെച്ചു. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആദ്യത്തെ മാസം കഴിഞ്ഞ് 4ാമത്തെ മാസം സൂര്യ ഊതപ്പെട്ട് ഇങ്ങനെ മാസങ്ങൾ എണ്ണി അവസാനം ചില ഉമ്മമാർ 9ാം മാസം, ചില ആൾക്കാർ 10ാം മാസം, ചില 8ാം മാസത്തിൽ പ്രസവിക്കുന്നുണ്ട്. അല്ലേ? അത് ഓരോരുത്തരും ആരോഗ്യ രീതി അല്ലാഹു തആല ഒരാൾക്ക് താങ്ങുന്നത് കൊടുക്കും എന്ന് പറയുന്നില്ല. അതൊക്കെ അതിൽപ്പെട്ടതാണ്. ഏതായാലും 8, 9, 10 അവിടെ ഇരിക്കട്ടെ. ഈ ദിവസങ്ങൾ എടുക്കുന്നതിൽ വലിയൊരു കാര്യമില്ല. ചരിത്രം കാണാം. ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഇങ്ങനെ ഒറ്റയടിക്ക് ഇബാദത്തുകൾ ഒരുപാട് ചെയ്ത് അവസാനം ഒന്നുമില്ലാതെ ആയി പോകുന്ന അവസ്ഥയെത്തിയാൽ ലോകത്തെ അവനേക്കാൾ അന്ന് ശപിക്കപ്പെട്ടവൾ വേറെ ഉണ്ടാവില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അന്ന് ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്നത് ഇങ്ങനെ നിത്യേന ചെയ്യുന്നത്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ, നമ്പരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരെ, അല്ലാഹുവേ നീ നന്നാക്കണേ റബ്ബേ, കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനേ. അപ്പോ അതുകൊണ്ട് പറയാണ്, എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ പോകേണ്ട ദിവസം. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയ്യത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബും ഖദാ ജൂബിരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൽ മഖ്രിയ. ഇന്നത്തെ കുട്ടിയുടെ ആയിഷ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വിരോധിച്ച മുണ്ടൂല. സിനിമാ നടന്മാരെ, നടിമാരെ പേര് പറഞ്ഞ ഉസ്താദ് എണ്ണ എണ്ണി പിടിക്കാൻ തുടങ്ങി. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തീരുമാനം.
അപ്പൊ ആ ഭാര്യമാരെ കൂട്ടത്തിൽ പോകുന്ന അന്നത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ആയിഷയുടെ വീട്ടിലേക്കാണ്. എന്താ സംഭവം അറിയോ? ആയിഷയുടെ വീട്ടിലേക്ക് കയറി ചെല്ലിയ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷയുടെ വീട്ടിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ആ ആയിഷ ബീവിക്ക് 1000 നാവാണ്. ഒരാൾ പറയാൻ ആയിഷ ബീവി നല്ലത് പറയാൻ, മദ്ഹ് പറയാൻ ആയിഷ ബീവി ഭയങ്കര വിശ്വാസം. ഒരാളെ കുറിച്ച് നല്ലതേ പറയൂ. അല്ലാഹു നമ്മളെയും അങ്ങനെ ആക്കി തീരുമാനമുണ്ട്. അതുകൊണ്ടല്ലേ ഉദുക്കുറു മഹാസിനെ മൗതാക്കും. എത്ര മോശപ്പെട്ടവൻ മരിച്ചു കഴിഞ്ഞാലും എന്നെ പറയാൻ പറ്റും. മരിച്ചവന്റെ നന്മയുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തു പറയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടോ, അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തീരുമാനമുണ്ട്. തെറ്റുകൾ വന്നയാളാണെങ്കിലും വന്നവരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്തേ പറയാൻ പറ്റും? നന്മ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയിഷ ബീവിയോട് ഇങ്ങനെ വരുമ്പോൾ സ്ത്രീ മെല്ലെ ഇറങ്ങി പോയി. അപ്പൊ തങ്ങൾ ചോദിച്ചു, ആയിഷ അതാരാണ് പോയത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ചോദിച്ചതുപോലെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോ വിശേഷണങ്ങൾ ആയിഷ ബീവിനെ പറയാൻ തുടങ്ങി. അല്ലാഹു റസൂൽ ചോദിച്ചു, ആയിഷ ആരാണ് ഇറങ്ങിപ്പോയത്? ആ സ്ത്രീ ആരാണെന്ന് ചോദിക്കുമ്പോൾ കരളിന്റെ കഷ്ണം പോലെ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ പ്രവാചകനെ ആ സ്ത്രീ ആരാണെന്ന് അറിയുമോ നബിയേ? ആ സ്ത്രീ വല്ലാത്ത ഇബാദത്ത് എടുക്കുന്ന പെണ്ണാണ്. പാതിരാവിന്റെ വേളയിൽ ഖുർആൻ ഓതി തഹജ്ജുദ് നിസ്കരിച്ച് സുന്നത്ത് കർമ്മങ്ങൾ, സുന്നത്ത് നോമ്പുകളെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു പ്രതിവൃതിയായ സ്വാലിഹത്തായ പെണ്ണാണ്. ആ പെണ്ണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു മറുപടി കൊടുത്തു. ആയിഷ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനപ്പുറേക്ക് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നല്ലത് തന്നെയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കി ആ സ്ത്രീ വല്ലാതെ ഇബാദത്ത് കൊണ്ട് മുഴുകുന്നവളാണ്, വല്ലാതെ ഇബാദത്ത് കൊണ്ട് മുഴുകുന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ ആ സ്ത്രീയോട് പറയണം, വദി അലൈക്കും ബിമാ തുതീഖൂൻ. ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആ സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ട് ആ ഉമ്മയോട്, ആ സഹോദരിയോട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നബി തങ്ങളെ അങ്ങനെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീ നല്ലത് ചെയ്യുന്നത് കൊണ്ട് അത് നിർത്തലാക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയല്ല, മറിച്ച് അതിലും ശ്രദ്ധിക്കണേ. അത് അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങൾ പതിവ് പോലെ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമായി അല്ലാഹുവിന്റെ കോപത്തിലേക്ക് അത് എത്തിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ആ സ്ത്രീയെ വിളിച്ചിട്ട് ആരംഭ റസൂൽ പറയാണ്, വദീ അലൈക്കും ബിമാ തുതീഖൂൻ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ആ സ്ത്രീയോട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിന്റെ നമസ്കാരം കഴിഞ്ഞാൽ ളുഹുറിന്റെ സമയം വരെ ഇരുന്ന്, ഇനി അഥവാ കല്യാണം കഴിച്ച സ്ത്രീയാണെങ്കിലോ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി തങ്ങൾ പറയുന്നതിൽ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട്. വിവാഹം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം തന്റെ ഭർത്താവിനെ പരിചരിക്കലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പാണ് വരാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്, സുന്നത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോ നേരെ ഇപ്പുറം നിൽക്കുന്ന നിന്റെ കെട്ടിയവൻ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യനിലേക്ക് ഒന്ന് നോക്കണം. എന്നിട്ട് ചോദിക്കണം, സമ്മതമല്ലയോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ പറയണം, നീ നിസ്കരിച്ചോ, നീ നിനക്ക് വേണ്ടതുപോലെ നീ ഇബാദത്ത് ചെയ്തോ, എനിക്കൊരു പ്രയാസവുമില്ല എന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞാൽ അത് അലൗഡാണ്, നിനക്ക് ഓർഡറാണ് ചെയ്യാം. നേരെ മറിച്ച് ഭർത്താവ് പറയുന്നു, മതി മതി, എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്തു തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പിന്നെ ഭർത്താവിനെ ധിക്കരിച്ച് ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്തിന് പെർമിറ്റില്ല, അലോട് അല്ലാഹുവിന്റെ അടുക്കലില്ല, സ്വീകാര്യമല്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങൾ പറയാൻ കാരണം ഈ സ്ത്രീ വിവാഹം കഴിച്ചവളായിരിക്കാം, പലതും കണ്ടുകൊണ്ടാണ്. ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ രണ്ട് കണ്ണുകളും ഉറങ്ങുന്നുണ്ട്, പക്ഷേ എന്റെ കൽബ് ഉറങ്ങുന്നില്ല സ്വഹാബ എന്ന് പറഞ്ഞ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിന്റെ ഹൃദയത്തിലേക്കാണ്, ഹൃദയാന്തരാളത്തിലേക്കാണ് നോക്കിയത്. എന്നിട്ടാണ് പറഞ്ഞത് എന്റെ പൊന്നാര സഹോദരി, നിങ്ങൾക്ക് കഴിവാകുന്നത് മാത്രം നിങ്ങൾ ചെയ്താലും മതി, അതിനപ്പുറത്തേക്ക് നിങ്ങൾ കയറി ചെല്ലണ്ട എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. എന്നിട്ടോ അല്ലാഹു ഒന്നും കൂടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞ രണ്ടാമത്തെ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. ചെയ്യുന്നവർക്ക് ചെയ്യാം, കുറച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാം, കുറച്ചായാലും കുറവായാലും അധികമായാലും ചെയ്യുന്നത് ദായിമായിരിക്കണേ, ജീവിതത്തിലൂടെ നീളമുണ്ടായിരിക്കണേ എന്നാണ് പറഞ്ഞു വന്നത്. എത്രത്തോളം റബ്ബിനെ തന്നെയാണ് സത്യം, അല്ലാഹു മടുക്കുകയില്ല. നിങ്ങൾ എത്ര ചെയ്താലും അല്ലാഹു മടുക്കുകയില്ല. നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നവരെ നിങ്ങളെ യജമാനായ റബ്ബിന് നിങ്ങളെ മടുക്കുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി. ഇതാണ് സ്നേഹം, ഇതാണ് കാരുണ്യം, ഇതാണ് കരുണീയം, ഇതാണ് ഏറ്റവും വലിയ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് മടുക്കുന്നത് വരെ നിങ്ങളുടെ യജമാനായ റബ്ബിന് നിങ്ങളെ മടുക്കുകയില്ല എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേ തങ്ങൾ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല. ആയിഷാ ബീവിയുടെ ഈ ഒരൊറ്റ വാക്കിന്റെ മേലിലാണ് ഇത്രയും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ചത്, ഇത്രയും സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണെന്ന് അറിയുമോ ആയിഷ? ആയിഷ ബീവിയോട് പരിശുദ്ധ റസൂൽ പറയുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമ വഇൻ കല്ലാ. എത്ര കുറഞ്ഞതാണെങ്കിലും ശരി, നിത്യമായി ചെയ്യുന്ന ഇബാദത്താണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്തെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, പെങ്ങന്മാരോട് പറയാനുള്ളത്, കുറഞ്ഞു പോയല്ലോ എന്ന് കരുതുന്നതിന് പകരം അല്ലാഹുവേ കുറവാണെങ്കിലും എന്നെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ആ ചെയ്യുന്നത് കുറച്ച് നായിമായി നിത്യമായി ചെയ്യാൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമ വഇൻ കല്ല, ഏറ്റവും ചുരുങ്ങിയതാണെങ്കിലും ശരി, ദായിമായി നിത്യമായി ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. എന്തെങ്കിലും പറയാൻ കാരണം, ഇബാദത്തിനും നീതി പുലർത്തണം, ആരാധന ചെയ്യുന്ന വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് ആയിഷ ബീവിയോട്, സ്വഹാബത്തിനോട് പറയാൻ കാരണം, ചെയ്യുന്ന കർമ്മത്തിൽ നിരന്തരം ഒരുപാട് ചെയ്യുന്നവർ എന്തെങ്കിലും ചെയ്യുന്നതിനല്ല പ്രശ്നം. ചെയ്യുന്ന കർമ്മത്തിൽ പിന്നീട് മടി പിടിച്ചു പോയാൽ, ഏർപ്പോട്ടടിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കോപം ഉണ്ടാക്കാൻ കാരണമായി തീരും. എന്നാൽ കുറച്ച് ചെയ്താൽ ആ ചെയ്യുന്നത് ജീവിതത്തിന്റെ നിത്യമായ ഒരു ഭാഗമാക്കി മാറ്റിയാലോ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി. ചരിത്രം പറയുന്ന കാണാം, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല സ്വഹാബികളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഹാബിയാണ്. ചില സ്വഹാബിമാരോട് റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു പ്രിയമുണ്ടാകും. ആ പ്രിയം വെക്കുന്ന ചില ആൾക്കാരെ, സ്വഹാബിമാരുടെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു. എന്തിനെങ്കിലും പ്രത്യേക സ്നേഹം വരാൻ കാരണം അറിയുമോ? ബാപ്പയേക്കാൾ മുന്നേ ഇസ്ലാം സ്വീകരിച്ചവനാണ് ആര്? അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് എന്ന തന്റെ പിതാവിനേക്കാൾ മുന്നേ ഇസ്ലാമിലേക്ക് റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ അനുചരനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോ അങ്ങനെയുള്ള ആ മഹാനവറുകൾ, അദ്ദേഹം എല്ലാത്തിലും ആവേശമാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും, വല്ലാത്തൊരു ആവേശം കൂടിയുള്ള ആളാണ്. പക്ഷെ അവിടെ എന്താ വിശേഷം? അദ്ദേഹത്തിന്റെ പ്രായമെത്തിയപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു. ആ വിഷയവുമായിട്ട് പിതാവ് റസൂലുള്ളാഹിനെ സമീപിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന് പ്രായമായപ്പോൾ കല്യാണം കഴിച്ചപ്പോഴും അദ്ദേഹം പകൽ മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിന്ന് നമസ്കാരമാണ്, മറ്റുള്ള സമയങ്ങളിൽ ഖുർആനോത്താണ്, ഭാര്യ നോക്കി നിന്നെടുത്തുണ്ട്. മനസ്സിലായില്ല? ഭാര്യമാർക്ക് കിട്ടും, ഉമ്മമാർക്ക് വേണ്ടത് ഉമ്മമാർക്ക് വേണം, മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടത് മാതാപിതാക്കൾ ചെയ്യണം. ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ മുതൽ ഭാര്യ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അദ്ദേഹം ഫുൾ ടൈം നോമ്പാണ്, പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്, ബാക്കിയുള്ള ടൈം ഖുർആനാണ്. ഭാര്യ നോക്കുകുത്തിയാണ്. അല്ലെ നമ്മളെ ഭാഷ എങ്ങനെ പറയും? എങ്ങനെയാ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഭാര്യ നോക്കുകുത്തിയായി. അതായത് ഭാര്യ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ ഈ വീട്ടിലേക്ക് അബ്ദുല്ലാഹ് ബിൻ അംറിന്റെ വീട്ടിലേക്ക് എന്റെ പിതാവ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കയറി. മരുമകളുടെ വീടാണല്ലോ, മരുമകളെ വീട്ടിലേക്ക് സാധാരണ അമോഷന്മാര് കയറി വരാറുണ്ടല്ലോ. ഇതുപോലെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മകന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പരാതി പറഞ്ഞു. എന്താ പരാതി? നിങ്ങളെ മകൻ എങ്ങനെയുണ്ട് എന്റെ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോ മഹദി പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഫുൾ ടൈം നോക്കും, ഫുൾ ടൈം നമസ്കാരം, പിന്നെ ഫുൾ ടൈം നോക്കും. അപ്പൊ ഞാൻ നോക്കിയത് എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ മറ്റുള്ളതിനൊന്നും മൂപ്പർക്ക് താല്പര്യമില്ല, എല്ലാ സമയത്തും ഇബാദത്താണ്. ഇത് കേട്ടപ്പോ നമ്മളൊരു കാര്യം, എന്തിനും ഓവറാകാൻ പാടില്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താ? ഇത് കേട്ടപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ബിൻ അംറിന്റെ ഉപ്പ ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ചെന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു പരാതി, എന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അംറിനെ കുറിച്ചാണ് എന്റെ പരാതി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് താങ്കളുടെ പരാതി? അപ്പം എന്റെ മകൻ കല്യാണം കഴിച്ചു നബിയെ. അല്ലാഹു സുബ്ഹാനഹു അബ്ദുല്ലാഹ് ബിൻ അംർ കല്യാണം കഴിച്ചു, അതിനെന്താ കുഴപ്പം? അവിടെയല്ല കുഴപ്പം യാ റസൂലല്ലാഹ്. അവന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ മകന്റെ ഭാര്യയോട് പരാതി പറഞ്ഞിട്ടുണ്ട് നബിയെ. എല്ലാ സമയത്തും ഇബാദത്തിലാണ്, പകൽ മുഴുവനും നോമ്പിലാണ്, രാത്രി മുഴുവനും നമസ്കാരത്തിലാണ്, ബാക്കിയുള്ള സമയം ഖുർആനിലുമാണ് എന്ന് അവന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പരാതിയുണ്ട്. ആ പരാതി പറഞ്ഞിട്ടുണ്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതിരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംർ ഇബ്നു ആസിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ അംറിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, യാ അബ്ദുല്ലാഹ്, അങ്ങയുടെ പിതാവ് ഒരു പരാതിയുമായി വന്നിട്ടുണ്ടല്ലോ. എന്തേ കാരണം? എന്തിനാണ് നിങ്ങൾ ഒരുപാട് നമസ്കരിക്കുന്നത്? നിന്റെ ഭാര്യയെ നോക്കണം, നിന്റെ കുടുംബത്തെ നീ പരിചരിക്കണം, അതും ഇബാദത്താണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ആരംഭ റസൂൽ പറയാണ്, എല്ലാം വിധത്തിൽ കൊണ്ടുവരണേ മോനെ അബ്ദുല്ലാഹ്, അതാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹ് ബിൻ അംർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി അതിയു അഫ്ളൽ മിൻ ദാലിക, എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും യാ റസൂലല്ലാഹ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹ് തങ്ങൾ മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു ദിവസം നോമ്പെടുത്ത് 2 ദിവസം നോമ്പ് ഒഴിവാക്കുക. ഒരു ദിവസം നോമ്പെടുക്കും മോനെ, രണ്ടാമത്തെ 2 ദിവസം നീ നോമ്പ് ഒഴിവാക്കണം അബ്ദുല്ലാഹ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി അതിയു അഫ്ളലു മിൻ ദാലിക, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒന്നരാടം ചെയ്തു. ഒരു ദിവസം നോമ്പ്, രണ്ടാമത്തെ ദിവസം നോമ്പ് ഒഴിവാക്കുക, വീണ്ടും പിറ്റേ ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കുക, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടുന്ന് ചോദിച്ചു പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി അതിയു അഫ്ളലു മിൻ ദാലിക, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കൈമാറും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് തന്നെ പറഞ്ഞ മറുപടിയാണത്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? എന്റെ പൊന്നാര അബ്ദുല്ലാഹ്, ഇതിനേക്കാൾ അഫ്ളലായിട്ടൊന്നുമില്ല അബ്ദുല്ലാഹ്.
ഇപ്പൊ ഞാൻ താങ്കൾക്ക് പറഞ്ഞതിനേക്കാൾ അഫ്ളലായിട്ടൊന്നുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളൽ. കാരണം ഞാൻ ഈ പറഞ്ഞ പരിപാടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിപാടിയാണ്, ചര്യയാണ്. എന്താ ദാവൂദ് അലൈഹിസ്സലാമിന്റെ ചര്യ? ഒരു ദിവസം നോമ്പെടുത്താൽ മറ്റൊരു ദിവസം നോമ്പ് പിടിക്കാതിരിക്കും. ഇങ്ങനെ വർഷങ്ങൾ മുഴുവനും ഇങ്ങനെയാണ് മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പെടുക്കാറുള്ളത്. ഇത് തന്നെയാണ് ഏറ്റവും അഫ്ളൽ. ഇതിനേക്കാൾ അഫ്ളലിൽ അബ്ദുല്ലാഹ് എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം പറഞ്ഞ പിന്നെ തങ്ങൾ ഖുർആൻ ഓതുന്ന കാര്യം, ഖുർആൻ ഓതിനെ കുറിച്ചും പറഞ്ഞു. ആ ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ദിവസം 10 പേജ് ഉണ്ടെങ്കിൽ ഒരു ജുസ് ഉള്ളത് ഏകദേശം ഒരു ദിവസം ഒരു ഖത്തം തീർക്കുന്നത് 10 ദിവസം കൊണ്ട് തീർക്കാൻ ഒരു മാസത്തേക്കാക്കണം. ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അതിനേക്കാൾ സ്പീഡിലാണ് നബിയെ എനിക്ക് ഓതാൻ കഴിയുക, ഞാൻ അതിലും ഉഷാറായി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ 20 ദിവസം കൊണ്ട് തീർക്കണം ഒരു ഖത്തം. അപ്പയും അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ അതിനേക്കാളും എനിക്ക് കൈമാറുമെന്ന് പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 ദിവസം കൊണ്ട് ഒരു ഖത്തം നീ തീർത്തോ അബ്ദുല്ലാഹ്. 7 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയത്. ആ 7 ദിവസം കൊണ്ട് നീ ഖത്തം തീർത്തോ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു. ഇതേ ഉപദേശം ഞാൻ രാത്രി നമസ്കരിക്കും കിടക്കാറുണ്ട്. എന്റെ നബി തങ്ങൾ പറയാണ്, അബ്ദുല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ. ഞാൻ രാത്രി നമസ്കരിക്കുന്നുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്, രാത്രി കിടന്നുറങ്ങുന്നുണ്ട്, രാത്രി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. എന്നേക്കാൾ മേലെയാണ് എന്റെ പൊന്നുമോനെ അബ്ദുല്ലാഹ് എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദ്യത്തിന് പിന്നെ അബ്ദുല്ലാഹ്ക്ക് മറുപടി ഉണ്ടാകുമോ? മേലെ കയറി പോകും, മതവികടായി പോകൂലെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ നിൽക്കുന്നവന്റെ മനസ്സ് വായിച്ചവന്റെ പരിചരണം കൊടുക്കുന്ന നേതാവിന്റെ പേരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പൊന്നാര ഹബീബിനെ സ്നേഹിക്കാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരാളെയും പ്രയാസപ്പെടുത്താത്ത പ്രവാചകനാണ്. ആര് വന്നാലും എന്തെത്തോളം എളുപ്പമാക്കാൻ കഴിയുമോ ആ എളുപ്പത്തിന്റെ കുറുക്കു വഴികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, നമുക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ഓതുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈ മുഹമ്മദ് നമസ്കരിക്കുന്നുണ്ട്, ഈ മുഹമ്മദ് നോമ്പെടുക്കുന്നുണ്ട്, മുഹമ്മദ് രാത്രി കടന്നുറങ്ങുന്നുണ്ട്, എന്റെ ഭാര്യമാരോട് ഞാൻ സല്ലപിക്കുന്നുണ്ട്, എന്തേ എനിക്ക് കുഴപ്പം അബ്ദുല്ലാഹ് ഇതുപോലെയാണ് ജീവിക്കേണ്ടത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ഉപദേശത്തിനാണ് അബൂദർദാഹിന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞത്. അബൂദർദാഹിന്റെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി, അബൂദർദാഹ് താങ്കളുടെ മുതലാളിയാണ്, സ്വന്തമായി വീടുണ്ട്, ഭാര്യയുണ്ട്, നല്ല മക്കളുണ്ട്, സ്വന്തമായി വാഹനമുണ്ട്, വാഹനത്തിന് കുതിര, സ്വന്തമായ ഒരു ജോലിയുണ്ട്, താങ്കൾ മുതലാളിയാണ്, താങ്കൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ മിതത്വം പാലിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, നിന്റെ ശരീരത്തോട് ചില ഉത്തരവാദിത്തമുണ്ട്. അല്ലാഹുവിന്റെ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തർക്കും ശരീരത്തിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ശരീരത്തിനെ വല്ലാതെ ക്ഷീണിപ്പിച്ചാൽ അതിനെക്കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കുമെന്ന് സ്വാദിഖുൽ മഖ്ദൂം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം അല്ലേ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എന്റെ ചേച്ചിയെ മറികടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അപകടമായ ഒരു അവസ്ഥയാണ്, ഏറ്റവും മോശമായ അവസ്ഥയാണ് എന്ന് ശക്തമായ താക്കീത് കൊടുത്തു ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ചെയ്യണം. ഇതേ ഉപദേശം ഉപദേശം കൊടുക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. അബ്ദുല്ലാഹിനെ ഉർവത്തുബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്നിട്ട് അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹ് ഉമറിനോട് പറയാണ്, അബ്ദുല്ലാഹ് അംറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്കും കൂടി പറഞ്ഞു. ആ വാക്കാണ് വല്ലാത്തൊരു വാക്ക്. അബ്ദുല്ലാഹ് അംറിനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അതേ റസൂലുള്ളാഹി അവസാനമായ ഒരു വാക്കും കൂടി പറഞ്ഞു, ലാ തകുൻ മിസ്ല ഫുലാൻ,
നമ്മൾ ഓരോരുത്തരും അറിയാതെ ചെയ്തു പോകുന്ന ഏർപ്പാടാണ് ഇത്. അല്ലാഹുവേ നന്നാക്കണേ റബ്ബേ. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് ഒരു ഉപദേശം കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് ഒരു ഉപദേശം കൊടുത്തു. ഏതാ ഉപദേശം? അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറയാണ്, ലാ തകുൻ മിസ്ല ഫുലാൻ, എന്നാൽ ഇന്ന മനുഷ്യനെ പോലെ ആകാൻ പാടില്ല. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തകുൻ മിസ്ല ഫുലാൻ, എന്നാൽ ഇതൊരു മനുഷ്യനെ പോലെ ആവാൻ പാടില്ല. എന്താ അവന്റെ പ്രത്യേകത? കാന യഖൂമുൽ ലൈലു ഫതറക, രാത്രി ഒരുപാട് നിന്ന് നമസ്കരിക്കും. ഫതറക, പിന്നെ അത് ഉപേക്ഷിക്കും. ഒരുപാട് കാലം രാത്രി നിന്ന് നമസ്കരിക്കും, പിന്നീട് അത് അവന്റെ സൗകര്യത്തിനനുസരിച്ച് അതിനെ ഉപേക്ഷിക്കും. അത് കുറഞ്ഞ് വരും. അങ്ങനെ ഒരുപാട് ചെയ്ത് പിന്നെ അത് കുറയുമ്പോൾ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ കരം പിടിച്ചുകൊണ്ട് പറയാം. അപ്പൊ ഞാൻ ഇന്നത്തെ വിഷയം പറയാൻ കാരണം, ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമുണ്ട്. 80-85 വയസ്സോളം ജീവിച്ച അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു പോയി. വഫാത്തിന്റെ അവസാന ഘട്ടത്തിൽ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു. കൂടുതൽ അനുജനന്മാരോട് സഹാബത്തിനോട് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്. എന്താ? 80-85 വയസ്സോളം പ്രായത്തിൽ ജീവിച്ച ആ മഹാനുഭാവൻ അവസാനം തന്റെ കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞ വാക്ക്, ഞാൻ പറയാണ്, ഞാൻ പ്രായമായപ്പോൾ എന്റെ ജരാതരകൾ ബാധിച്ചപ്പോ, കണ്ണിന്റെ കാഴ്ചകൾ എനിക്ക് നഷ്ടപ്പെട്ടപ്പോ, എനിക്ക് പ്രായമായ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ആരാധനകൾ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, അബ്ദുല്ലാഹ് താങ്കൾ മിതത്വം പാലിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവസാന വേളയിൽ അവിടുന്ന് പറയുകയുണ്ടായി. കാരണം വാർദ്ധക്യം പിടിച്ചപ്പോൾ പിന്നീട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി. ഒരുപാട് ചെയ്യുന്ന ആൾക്ക് പിന്നെ ചെയ്യാൻ കഴിയാതെ പുറകോട്ടടിച്ച് കുറച്ച് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കോർമ്മ വന്നത്. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഫലമ്മാ ഖബിർതു, പ്രായം എനിക്ക് എത്തിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഉപദേശിച്ച ഉപദേശങ്ങളും ഇബാദത്തെടുക്കുമ്പോൾ ഇളവ് ചെയ്യണേ എന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവസാന സമയത്ത് അവിടെ ഓർത്ത് കരഞ്ഞു പോയി എന്ന് ചരിത്രം പറയാ. എന്തേ കാരണം? അദ്ദേഹം വാർദ്ധക്യത്തിൽ എത്തിയ സന്ദർഭത്തിലാണ് ഇത് പറയാൻ കാരണം. അപ്പൊ തങ്ങൾ അന്ന് എനിക്ക് അനുസരിച്ച് തന്ന ഇളവ്, അനുവദിച്ച് തന്ന ഇളവ് ഞാൻ കൈപ്പറ്റുകയാണെങ്കിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനതിനെ വിലക്കെടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ധിക്കാരമല്ല, നബിയോട് അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞത്, ഒന്ന് കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത് എന്ന വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ വിചാരിക്കേണ്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കാതെ ധിക്കാരപരമായിട്ടാണ് ആ സമീപനം എടുത്തത് എന്ന് ഞങ്ങൾ കരുതി പോകണ്ട. അവിടുത്തെ ഇബാദത്ത് എടുക്കാൻ ഭയങ്കരമായ ഇഷ്ടമാണ്, സന്തോഷമാണ്, അതിന് വലിയ ആവേശം കാണിക്കുന്നതാണ്. പക്ഷേ പ്രായത്തെ 80-85 വയസ്സാകുന്ന കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് പ്രായാധിക്യത്തോടെയുള്ള ശരീരത്തിന് ഒരു മരവിപ്പുണ്ടാവും, തളർച്ചയുണ്ടാവും, നമ്മുടെ യോജസ്സും തേജസ്സൊക്കെ മാഞ്ഞു പോകുന്ന ഒരു സമയം. ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്ര കഷ്ടപ്പാട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഇവിടുന്ന് വേദനയോടുകൂടി പറഞ്ഞതാണ്. ഇതിലുള്ള ഗുണപാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. കർക്കശമായി സ്വീകരിക്കുന്നവർ അത് പിന്നീട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കോപത്തിലേക്ക് ഇടവരും. നേരെ മറിച്ച്
അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് ദായിമായി നിത്യേന ജീവിതത്തിന്റെ അവസാനം വരെ ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും നല്ലത് എന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ചരിത്രം പറയാൻ കാരണം അദ്ദേഹം അവസാനം ഒന്ന് ഖേദിച്ചു പോയി, അദ്ദേഹം അവസാനം ഒന്ന് മമ്പരപ്പെട്ടു പോയി, വിഷമിച്ചു പോയി, വിഷമത്തോടെ ആ വാക്ക് പറയേണ്ടി വന്നു. അപ്പോ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ മിതത്വം പാലിക്കണം. ഇത് മിതത്വം പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം നമ്മൾ അമലുകൾ ചെയ്യുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ ചെയ്യുന്ന അമൽ അങ്ങോളം കൊണ്ടുപോവാൻ പറ്റിയില്ലെങ്കിലോ അത് അതിനേക്കാൾ അപകടമായി തീരും. അത് മനസ്സിലാക്കിയിട്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, വജ്ഹിന് വേണ്ടി നിങ്ങൾ അത് ദായിമായി ചെയ്യണേ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അവന്റെ പൊരുത്തത്തിലായി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണം വരെ ചെയ്യുന്ന കർമ്മം അത് എത്ര ചെറുതാണെങ്കിലും അതിനെ മുടക്കാതെ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.